ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായനാ ദിനക്യൂസ് 2026 പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ ഞാൻ പാർട്ട് 1 ഓൾറെഡി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആദ്യം അത് പോയി കാണുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. P.N. പണിക്കർ തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം 17-ാം വയസ്സിൽ. P.N. പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവ LP സ്കൂൾ. P.N. പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. P.N. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രുബസ്കയ അവാർഡ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം P.N. പണിക്കർ. P.N. പണിക്കരുടെ ജന്മസ്ഥലമായ നീലംപേരൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ. വായനാ ദിനത്തിന്റെ സന്ദേശം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം P.N. പണിക്കർ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. പുസ്തകങ്ങളിൽ എന്തെല്ലാം ഉണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. ഇത് ആരുടെ വരികളാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വായനാ ദിനക്യൂസ് 2026 പാർട്ട് 2-ൽ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളിത് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.